പറയണമെന്ന് പറഞ്ഞു, ഡൗറി പറയണമെന്ന് പറഞ്ഞു, ഡൗറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജറിൻ്റെ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കിയെന്ന് പറഞ്ഞതും അതൊക്കെ വെറും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പുതിയ വെളിപ്പെടുത്തലുമായി പെൺകുട്ടി. പ്രതി രാഹുലിനെതിരെ താൻ ഉന്നയിച്ചത് തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചത് മാതാപിതാക്കളുടെ സമ്മർദ്ദം മൂലം. രാഹുൽ മുൻപ് മറ്റൊരു പെൺകുട്ടിയുമായി വിവാഹം രജിസ്റ്റർ ചെയ്തത് തന്നോട് പറഞ്ഞിരുന്നുവെന്നും പെൺകുട്ടി. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് സൂര്യ സുജിയാണ് നമുക്കൊപ്പം ചേരുന്നത്. സൂര്യ, തുടക്കം മുതൽ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനം കേരള പോലീസിനുൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ പോലും വലിയ രീതിയിലുള്ള വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു. പരാതിക്കാരിക്ക് പൂർണ്ണ പിന്തുണ നൽകിയാണ് സമൂഹം അവർക്കൊപ്പം കൂടെ നിന്നത്. പക്ഷേ ഇപ്പോൾ ഇവർ ഒറ്റയടിക്ക് മലക്കം മർദ്ദിരിക്കുന്നു. എന്തെങ്കിലും പുറമേ നിന്നുള്ള സ്വാധീനം എന്തെങ്കിലും ഇതിലുണ്ടോ? കാരണം രാഹുൽ ഇപ്പോഴും വിദേശത്ത് തന്നെയാണ്. ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടും രാഹുലിനെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ മൊഴി മാറ്റി പറയുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ സൂര്യ? വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു കേസ് തന്നെയാണ് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ്. ആ ഒരു കേസിലാണ് ഇപ്പോൾ പെൺകുട്ടി പൂർണ്ണമായും മൊഴി മാറ്റി സംസാരിച്ചിട്ടുള്ളത്. ഇതിലെ ഒന്നാം പ്രതിയായ രാഹുൽ ജർമ്മനിയിലേക്ക് കടന്നതിന് ശേഷം പോലീസ് ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചതാണ്. ആ ബ്ലൂ കോർണർ നോട്ടീസ് കഴിഞ്ഞ ദിവസം ഇന്റർപോളിന് ലഭിച്ചതായ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചതുമാണ്. ഈ ഒരു ഘട്ടത്തിലാണ് രാഹുലിനെതിരെ താൻ പോലീസിൽ പരാതി നൽകിയതെല്ലാം തെറ്റായ ആരോപണങ്ങൾ എന്ന് പെൺകുട്ടി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിലൂടെയാണ് പറഞ്ഞത്. മാതാപിതാക്കളുടെ സമ്മർദ്ദം മൂലമാണ് രാഹുലിനെതിരെ താൻ തെറ്റായ ആരോപണം നൽകിയത്. അതായത് പോലീസും പെൺകുട്ടിയുടെ മാതാപിതാക്കളും പ്രധാനമായി ഉന്നയിച്ച ഒരു ആരോപണം രാഹുൽ നേരത്തെ വിവാഹം കഴിച്ചിട്ടുള്ളതാണ് എന്നായിരുന്നു. പക്ഷേ രാഹുൽ നേരത്തെ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത കാര്യം തനിക്കറിയാമായിരുന്നു. തന്റെ നിർബന്ധപ്രകാരം തന്നെയാണ് രാഹുൽ തന്നെ വിവാഹം ചെയ്തത് എന്നാണ് ഇപ്പോൾ പെൺകുട്ടി ഈ യൂട്യൂബ് വീഡിയോയിൽ വന്ന് പറയുന്നത്. അത് മാത്രമല്ല, പോലീസിൽ താൻ കൊടുത്ത പരാതിയിൽ മുഴുവൻ കാര്യങ്ങളും തനിക്ക് പറഞ്ഞു തന്നത് അഭിഭാഷകനാണ്. അഭിഭാഷകൻ പറഞ്ഞതുകൊണ്ടാണ് രാഹുൽ സ്ത്രീധനം ചോദിച്ച കാര്യവും അതുപോലെ തന്നെ കഴുത്തിൽ മർദ്ദിച്ച കാര്യവും പറഞ്ഞത്. പെൺകുട്ടി സമ്മതിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. 2 തവണ രാഹുൽ തന്നെ അടിച്ചിരുന്നു. തുടർന്ന് താൻ ബാത്റൂമിൽ പോയതിനു ശേഷം തെന്നി വീണിരുന്നു. ആ തെന്നി വീഴ്ചയിലാണ് അപകടം സംഭവിച്ചത്. പിന്നീട് പെൺകുട്ടിയുടെ കഴുത്തിലുണ്ടായ ഈ മർദ്ദനത്തിന്റെ പാടുകളെല്ലാം തന്നെ ചിത്രീകരിച്ച, അതായത് ഫേക്കായി ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് എന്നാണ് ഈ പെൺകുട്ടി ഈ വീഡിയോയിൽ പറയുന്നത്. അത് മാത്രമല്ല, രാഹുലിന്റെ മാതാവോ സഹോദരിയോ തന്നെ ഉപദ്രവിച്ചില്ല. ഈ സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞ് തന്നെ സമ്മർദ്ദത്തിലാക്കിയിട്ടില്ല. മാനസികമായ പീഡനം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. രാഹുലിനോട് അന്നും ഇന്നും തനിക്ക് ഇഷ്ടം തന്നെയാണ്. ഈ രാഹുലിനെ വിട്ട് തന്റെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് രാഹുലിനെതിരെ ഇത്തരത്തിൽ പരാതി നൽകിയതും ഈ കഴുത്തിലെ ഈ മർദ്ദനത്തിന്റെ പാട് ചിത്രീകരിച്ചതും തുടങ്ങിയ കാര്യങ്ങളാണ് പെൺകുട്ടി പറയുന്നത്. മാധ്യമങ്ങളുടെ മുന്നിൽ തന്നെ എല്ലാം ഈ പെൺകുട്ടി രാഹുലിനെതിരായ പരാതി പറഞ്ഞിരുന്നു. സ്ത്രീധനം ആവശ്യപ്പെട്ടതായും അതുപോലെ ഒരുപാട് തവണ മർദ്ദിച്ചതായുമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മാധ്യമങ്ങളുടെ മുന്നിൽ താൻ അഭിനയിക്കുകയായിരുന്നു എന്നാണ് പെൺകുട്ടി ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത്. ആതിര. സൂര്യ, മറ്റൊരു പ്രസക്തമായ ഒരു കാര്യം, ഇത്തരത്തിലുള്ള ഒരു മൊഴിമാറ്റം വന്ന സ്ഥിതിക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഈ ഒരു വീഡിയോ പുറത്തായ സ്ഥിതിക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങൾ അവരിൽ നിന്നുണ്ടായിട്ടുണ്ടോ? പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അല്പസമയം മുമ്പാണ് നമ്മൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായ ഒരു സ്ഥിരീകരണം നമുക്ക് ലഭിക്കും. അവർക്ക് എന്താണ് പറയാനുള്ളത് എല്ലാം തന്നെ നമുക്ക് വരും മണിക്കൂറിൽ കൃത്യമായി ലഭിക്കുമെന്നാണ് നമുക്ക് ഈ നിമിഷം പറയാനാകുന്നത്. ആതിര. ശരി സൂര്യ. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പുതിയ വെളിപ്പെടുത്തലുമായി പെൺകുട്ടി രംഗത്തെത്തിയിരിക്കുകയാണ്. മാതാപിതാക്കളുടെ സമ്മർദ്ദം മൂലമാണ് രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചതെന്നാണ് പെൺകുട്ടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങളുമായി നമുക്കൊപ്പം ഉണ്ടായിരുന്നത് കോഴിക്കോട് നിന്ന് സൂര്യ സുജിയായിരുന്നു. പറയണമെന്ന് പറഞ്ഞു, ഡൗറി പറയണമെന്ന് പറഞ്ഞു, ഡൗറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ
ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജറിൻ്റെ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കിയെന്ന് പറഞ്ഞതും അതൊക്കെ വെറും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ വളരെ സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തലുമായി പെൺകുട്ടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രതി രാഹുലിനെതിരെ താൻ ഉന്നയിച്ച തെറ്റായ ആരോപണങ്ങളാണ്. മാതാപിതാക്കളുടെ സമ്മർദ്ദം മൂലമാണ് അത് ചെയ്യേണ്ടി വന്നത്. മറ്റൊരു പെൺകുട്ടിയുമായുള്ള രാഹുലിന്റെ വിവാഹം രജിസ്റ്റർ ചെയ്തത് നേരത്തെ അറിയാമായിരുന്നുവെന്നും പെൺകുട്ടി ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നു. വിവരങ്ങളുമായി നമുക്കൊപ്പം ഉണ്ടായിരുന്നത് സൂര്യയായിരുന്നു. പറഞ്ഞു ഡൗറി പറയണമെന്ന് പറഞ്ഞു. ഡൗറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജറിൻ്റെ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കിയെന്ന് പറഞ്ഞതും അതൊക്കെ വെറും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു. എന്നോട് ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞു. ഡൗറി പറയണമെന്ന് പറഞ്ഞു. ഡൗറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജറിൻ്റെ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കിയെന്ന് പറഞ്ഞതും അതൊക്കെ വെറും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു. എന്നോട് ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞു. സൂര്യ, ഇപ്പോൾ പൂർണ്ണമായും ഈ പെൺകുട്ടി പറയുന്നത് മാതാപിതാക്കളുടെ സമ്മർദ്ദം മൂലമാണ് താൻ ഇത്തരത്തിലുള്ള ഒരു കള്ളമൊഴി രാഹുലിനെതിരെ കൊടുത്തത്. രാഹുലിനെ അത്രയധികം സ്നേഹിക്കുന്നു തുടങ്ങി ഇപ്പോൾ രാഹുലിനും കുടുംബത്തിനും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മറ്റെന്തൊക്കെ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്? പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ എന്തെങ്കിലും പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല നമ്മൾ അറിയുന്നു. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ സൂര്യ? സംസാരിച്ചിരുന്നു. അതായത് ഈ പരാതിക്കാരി ഇപ്പോൾ തങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ളൊരു കാര്യം മാത്രമാണ് പരാതിക്കാരിയുടെ അച്ഛൻ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഈ പെൺകുട്ടി ഈ വീഡിയോയിൽ കൃത്യമായി പറയുന്നത് മാതാപിതാക്കളുടെ സമ്മർദ്ദം മൂലമാണ് രാഹുലിനെതിരെ തെറ്റായ ആരോപണങ്ങൾ താൻ പരാതിയിൽ ഉന്നയിച്ചത്. അഭിഭാഷകൻ തനിക്ക് എഴുതി തന്ന റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളാണ് താൻ പോലീസിലും മാധ്യമങ്ങളോടും പരാതിയായി നൽകിയതെന്ന് പറയുന്നു. ഈ പെൺകുട്ടി പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പെൺകുട്ടിയുടെ കുടുംബത്തിൽ നിന്ന് കുറച്ച് ആളുകൾ രാഹുലിന്റെ വീട്ടിലേക്ക് വരുന്നു. ആ സമയത്താണ് ഈ മുഖത്ത് അടിച്ചതായുള്ള പാടുകൾ വീട്ടുകാർ ശ്രദ്ധിക്കുന്നത്. തുടർന്ന് എന്ത് പറ്റി എന്ന് പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ ഇത്തരത്തിൽ രാഹുൽ തന്നെ അടിച്ചതായുള്ള ഒരു കാര്യങ്ങൾ പറയുന്നു. പക്ഷേ ഇരുവരും ഈ കേസ് കോംപ്രമൈസ് ചെയ്തതാണ്. തുടർന്ന് ഇനി മുന്നോട്ട് ജീവിക്കാൻ തന്നെയാണ് തീരുമാനമെന്ന് പെൺകുട്ടി വീട്ടുകാരോട് പറയുന്നു. പക്ഷെ അപ്പോഴാണ് വീട്ടുകാർ പെൺകുട്ടിയെ ബലമായി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. തുടർന്ന് പെൺകുട്ടിയുടെ മാതാപിതാക്കളാണ് പോലീസിൽ ആദ്യം പരാതി നൽകിയത്. ഇത്തരത്തിൽ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ താൻ അറിയാതെ അഭിഭാഷകനെ കണ്ടു എന്നുള്ളൊരു കാര്യമാണ് പെൺകുട്ടി ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്. തന്റെ സമ്മതത്തോടെയല്ല, അല്ലെങ്കിൽ തന്റെ അറിവോടെയല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടന്നത്. മാതാപിതാക്കളുടെ സമ്മർദ്ദം മൂലമാണ്, അല്ലെങ്കിൽ മാതാപിതാക്കളും സഹോദരനും തന്നെ വിട്ടു പോകുമോ എന്നുള്ളൊരു ഭയത്തിലാണ് രാഹുലിനെതിരെ താൻ ഇത്തരത്തിലൊരു ആരോപണങ്ങൾ ഉന്നയിച്ചത്. അതായത് മാധ്യമങ്ങളുടെ മുന്നിൽ താൻ പറഞ്ഞതെല്ലാം കള്ളമാണ് എന്നാണ് പെൺകുട്ടി ഇപ്പോൾ പറയുന്നത്. ആതിര. സൂര്യ, മറ്റൊരു കാര്യം, മാധ്യമങ്ങൾക്ക് മുന്നിൽ സൂര്യ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും കള്ളം പറയുകയായിരുന്നു താനെന്ന് ഇപ്പോൾ ആ പെൺകുട്ടി പറയുന്നു. ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം രാഹുലിന്റെ വീട്ടുകാർ, രാഹുലിന്റെ അമ്മയോ സഹോദരിയോ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ടോ? ഈ വീഡിയോ ഇപ്പോൾ ലഭിച്ചിട്ട് ഏതാണ്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ മാത്രമാണ് ആകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരുടെയും പ്രതികരണങ്ങൾ ഈ ഒരു സമയത്തിനുള്ളിൽ ലഭ്യമാക്കാൻ സാധിച്ചില്ല. വരും മണിക്കൂറുകൾ ഉറപ്പായും ഇവർ എന്തായാലും പ്രതികരിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ഒന്നാം പ്രതിയായി രാഹുൽ പി ഗോപാലിനെയാണ് പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. രാഹുലിന്റെ ഈ ഒരു കേസിൽ കൂട്ടുപ്രതികളായി അമ്മയും സഹോദരിയും നേരത്തെ തന്നെ പോലീസ് പ്രതി ചേർത്തതാണ്. ആ ഒരു കേസിൽ ഈ രാഹുലിന്റെ അമ്മയും സഹോദരിയും കോടതിയിൽ എത്തി മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടതാണ്. ഈ അമ്മയും സഹോദരിയും ചോദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ആരോപിച്ചിരുന്നു, ഈ രാഹുൽ പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചപ്പോൾ രാഹുലിന്റെ അമ്മയും സഹോദരിയും മാനസികമായി തങ്ങളുടെ മകളെ ഉപദ്രവിച്ചു എന്നുള്ളൊരു കാര്യമായിരുന്നു നേരത്തെ പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞത്.
അത് മാത്രമല്ല വലിയ രീതിയിൽ സ്ത്രീധന തുക ആവശ്യപ്പെട്ടു, കാർ ആവശ്യപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞിരുന്നു. അതായത് വിവാഹ ചിലവുകളെല്ലാം നടത്തിയത് പെൺകുട്ടിയുടെ വീട്ടുകാരാണ് എന്നാണ് ആദ്യ സമയം പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞത്. എന്നാൽ പെൺകുട്ടി ഈ വീഡിയോയിൽ പറഞ്ഞത് ഈ വിവാഹ ചിലവുകളെല്ലാം തന്നെ, അതായത് ഈ മോതിരം അടക്കമുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിയത് രാഹുൽ തന്നെയാണ്. ഈ ഡൗറി, അതായത് ഈ സ്ത്രീധനം ഒന്നും തന്നെ രാഹുൽ ആവശ്യപ്പെട്ടിട്ടില്ല. ഇതെല്ലാം തന്നെ മാതാപിതാക്കളുടെ സമ്മർദ്ദത്തിൽ താൻ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞതാണ് എന്നുള്ളൊരു കാര്യങ്ങളാണ് ഈ പെൺകുട്ടി വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ആതിര. ശരി സൂര്യ. എന്നോട് ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞു, ഡൗറി പറയണമെന്ന് പറഞ്ഞു, ഡൗറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജറിൻ്റെ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കിയെന്ന് പറഞ്ഞതും അതൊക്കെ വെറും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു. എന്നോട് ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞു, ഡൗറി പറയണമെന്ന് പറഞ്ഞു, ഡൗറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജറിൻ്റെ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കിയെന്ന് പറഞ്ഞതും അതൊക്കെ വെറും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു. എന്നോട് ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞു,